ISL മൊത്തത്തിൽ മാറുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഐ ലീഗ് ജയിക്കുന്ന ടീമിന് നേരെ ഒരു ISL പ്രമോഷൻ കിട്ടുമായിരുന്നു. ഈ പറഞ്ഞ പഞ്ചാബ് FC, മുഹമ്മദൻ FC ഒക്കെ അങ്ങനെയായിരുന്നു കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി തൊട്ട് അങ്ങനെ നടക്കില്ല. സംഭവം എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. FFും FSDയിലൂടെ 2010 ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം എല്ലാ വർഷവും അവസാനം എന്ന് വെച്ചാൽ ഒരു ഇയർ എൻഡ് ചെയ്യുമ്പോൾ 50 കോടി വെച്ച് ഈ FSDയിൽ AFFന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എഗ്രിമെന്റ് 2025 ആകുമ്പോൾ എന്ന് വെച്ചാൽ ഈ വർഷം എൻഡ് ചെയ്യുകയാണ്. സോ 2025 ഈ ഒരു എഗ്രിമെന്റ് തീർന്നുകൊണ്ട് തന്നെ ഇനി പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. അതിനുള്ള ഒരു ഐഡിയാസ് അല്ലെ റെക്കമെൻഡേഷൻസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ പുതിയ എഗ്രിമെന്റിലെ ചില കീ ഏരിയാസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ISL ഒരു സ്റ്റേക്ക് കഴിഞ്ഞ വർഷം വരെ എടുത്തു പോകുകയാണെങ്കിൽ 65% FSDലിന്റെ കയ്യിലും ബാക്കിയുള്ളത് സ്റ്റാർ ഇന്ത്യയുടെ കയ്യിലുമായിരുന്നു. എന്നാൽ ഈ പുതിയ റെക്കമെൻഡേഷൻ വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ISL ക്ലബിന്റെ കയ്യിൽ 60%, പിന്നുള്ള 26% FSDലിന്റെ കയ്യിലും, പിന്നുള്ള 14% AFFന്റെ കയ്യിലും. ഇങ്ങനെയാണ് പുതിയൊരു റെക്കമെൻഡേഷൻ പോകുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ISLൽ വരാൻ പോകുന്ന കീ ഡിസിഷൻസ് എന്ന് വെച്ചാൽ നിർണായക തീരുമാനങ്ങൾ മൊത്തം തീരുമാനിക്കാൻ പോകുന്നത് ഈ FSDയിലും ISLലുമായിരിക്കും. ഐ ലീഗ് ജയിച്ചാൽ മാത്രം ഇനിയൊരു ടീമിന് ISLലേക്ക് പ്രമോഷൻ കിട്ടില്ല. ഫിനാൻസ്, അതുപോലെ ഓണർഷിപ്പ്, ലൈസൻസിങ്, ഇങ്ങനെ കുറെ ക്രൈറ്റീരിയ ഫില്ലായാൽ മാത്രമേ ഇനിയൊരു ടീമിന് ISLലേക്ക് പ്രമോഷൻ കിട്ടുകയുള്ളൂ. എനിക്കിതിൽ ഏറ്റവും നെഗറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നതും ഈ റെലഗേഷൻ പ്രോസസ്സിനായിരുന്നു. അടുത്ത 10 വർഷത്തേക്ക് റെലഗേഷൻ കാണില്ല എന്ന് വെച്ചാൽ ISL ടേബിളിൽ ഏറ്റവും അവസാനം വരുന്ന ടീം ഐ ലീഗിലേക്ക് പോകുന്ന ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ റെലഗേഷൻ പ്രോസസ്സ് ഇനി അടുത്ത 10 വർഷത്തേക്കും വരില്ലെന്നൂടെ ഈ ഒരു റെക്കമെൻഡേഷനുണ്ട്. ഇൻ മൈ ഒപ്പീനിയൻ ശരിക്കും പറഞ്ഞാൽ റെലഗേഷൻ വേണം. എന്നാൽ മാത്രമാണ് ഐ ലീഗ് ക്ലബ്സിന് ISLലേക്ക് വരുമ്പോൾ ഫാൻസിന് ആ ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ ക്ലബിന്റെ ഒരു ലെവലിലും ഇന്ത്യൻ പ്ലേയേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഈ ഐ ലീഗ് കളിക്കുന്നതും ISL കളിക്കുന്നതും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ ഫോറിൻ ലീഗ്സിലും ഈ ഒരു റെലഗേഷൻ പ്രോസസ്സ് ഉള്ളതാണ്. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ച് തന്നെ നോക്കണം. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.